തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരണപ്പെടുന്ന സംഭവം ഇതാദ്യമായല്ല. പേവിഷബാധ മൂലം മരണപ്പെട്ട കുഞ്ഞു കുട്ടികളുടെ ചരിത്രം വരെ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ഇന്നും ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഒരു പോംവഴി കണ്ടെത്തിയിട്ടില്ല എന്നത് വളരെ സങ്കടകരമായൊരു സംഭവം തന്നെയാണ്. ഇപ്പോഴിതാ തൃശ്ശൂരിൽ കിടപ്പ് രോഗിയായ വയോധികയെ തെരുവ് നായ കടിച്ചു കീറി കൊലപ്പെടുത്തിയിരിക്കുന്നു. തൃശ്ശൂർ എരുമപ്പെട്ടിയിലാണ് നാടിനെ നടുക്കിയ ഈ അതിദാരുണവും അതിദുഃഖകരവുമായ ഈ സംഭവം ഉണ്ടാകുന്നത്. അക്രമകാരിയായ നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊല്ലുകയായിരുന്നു. എരുമപ്പെട്ടി സ്വദേശിയായ 84-കാരി കാർത്യായനിയാണ് സ്വന്തം വീടിനുള്ളിൽ വെച്ച് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ തെരുവ് നായയുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്നത്. കിടപ്പ് രോഗിയായിരുന്ന കാർത്യായനിക്കൊപ്പം മുറിയിലുണ്ടായിരുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ ദേവദാസും നായയുടെ ആക്രമണത്തിൽ ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. ഇളയ മകൻ മണി ഇരുവർക്കുമുള്ള ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാർത്യായനി അമ്മയെ കാണുന്നത്. നായയുടെ ആക്രമണത്തിൽ മുഖമടക്കം അവരുടെ ശരീരമാസകലം വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു. അത്രയ്ക്ക് ക്രൂരമായ ആക്രമണമായിരുന്നു നായയിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നത്. കാർത്യായനിയെ ആക്രമിച്ച ശേഷം പുറത്തിറങ്ങിയ നായ സമീപത്തെ വീട്ടിൽ ജോലിക്കെത്തിയവരെയും കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. നായയുടെ കടിയേറ്റ് 3 നാട്ടുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. പ്രതിരോധ വാക്സിൻ നൽകിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം പോലീസും നാട്ടുകാരും ചേർന്ന് രാത്രി വൈകിയും വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും നായയെ അവിടെങ്ങും കണ്ടെത്തുവാനുമായില്ല. ഒടുവിൽ കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ നിയോഗിച്ച വന്യജീവി സംരക്ഷകന്റെ നേതൃത്വത്തിൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ നായയെ പിടികൂടുന്നത്. ഇതിനു പിന്നാലെ തന്നെ രോക്ഷാകുലരായ നാട്ടുകാർ നായയെ തല്ലിക്കൊല്ലുകയായിരുന്നു. ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്നറിയാൻ ആരോഗ്യവകുപ്പ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തും. അതേസമയം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാർത്യായനി അമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും.